ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മൾ 1 kg വെയിറ്റ് വരുന്നൊരു ബ്ലൂബെറി കേക്കാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബ്ലൂബെറി കേക്ക് ഇഷ്ടമല്ലാത്തവർ പോലും ഇങ്ങനെ ചെയ്തെടുത്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാകും. അപ്പോൾ പിന്നെ ഈ കേക്ക് നിങ്ങളുടെ ഫേവറേറ്റ് കേക്ക്സിൻ്റെ ലിസ്റ്റിൽ ഉണ്ടാകും ഈ ഒരു കേക്ക്. അപ്പോൾ നമുക്കൊട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് യമ്മി മലബാർ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിൻ്റെ മുകളിൽ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് അളവിൽ മൈദയും 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ശേഷം ഒരു ബൗളിൽ 4 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്തിട്ട് നമുക്ക് 1 മിനിറ്റോളം ഹൈ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ട ഇവിടെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര കുറച്ചായിട്ട് ചേർത്തിട്ട് നല്ല ക്രീമി ആയിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ പൊടിച്ച പഞ്ചസാരയാണ് എടുക്കുന്നതെങ്കിൽ 1 കപ്പ് വരെ എടുക്കാം. പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുക്കുന്നതെങ്കിൽ 1/4 കപ്പ് വരെ പഞ്ചസാര എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ പൊടിക്കാത്ത പഞ്ചസാര എടുക്കുകയാണെങ്കിൽ പഞ്ചസാര നന്നായിട്ട് മുട്ടയായിട്ട് മിക്സായി വരണം. പഞ്ചസാരയുടെ തരികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ഒട്ടും തന്നെ ശരിയാവില്ല. അപ്പം പൊടിച്ച പഞ്ചസാര എടുക്കുന്നതാവും നല്ലത്, അല്ലെങ്കിൽ ചെറിയ തരികളുള്ള പഞ്ചസാര എടുക്കുന്നതാവും നല്ലത്. അപ്പോൾ ഇതാ നമ്മുടെ മുട്ട നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം. 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് ലോ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. കൂടുതൽ നേരം മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓയിൽ മിക്സായി എന്ന് കണ്ടാൽ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഈ റെസിപ്പിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ബ്ലൂബെറിൻ്റെ ക്രഷ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഒരു 1/4 കപ്പ് അളവിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബ്ലൂബെറിൻ്റെ ക്രഷ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. വലിയ ബോട്ടിലായിട്ട് മേടിക്കാനും കിട്ടും, ചെറിയ ബോട്ടിലായിട്ട് മേടിക്കാനും കിട്ടും. അപ്പോൾ ഞാനിവിടെ വലിയ ബോട്ടിലാണ് മേടിച്ച് വെച്ചിട്ടുള്ളത്. 320 രൂപയാണ് അതിൻ്റെ റേറ്റ്. അപ്പോൾ നിങ്ങൾ ഹോം ബേക്കറൊക്കെ ആണെങ്കിൽ അതുപോലെ വലിയ ബോട്ടിൽ മേടിച്ച് വെക്കുന്നതാവും നിങ്ങൾക്ക് ബെനിഫിറ്റ്. അപ്പോൾ ബ്ലൂബെറിൻ്റെ ക്രഷ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ ലോ സ്പീഡിൽ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നിങ്ങൾ ബ്ലൂബെറിൻ്റെ ക്രഷ് ഇതുപോലെ സ്പഞ്ച് ചെയ്തെടുക്കുമ്പോൾ ചെയ്യണമെന്നില്ല. ഇപ്പോൾ ചിലവർ ബ്ലൂബെറി കേക്ക് ചെയ്തെടുക്കുമ്പം സാധാ വാനില കേക്കാണ് സ്പഞ്ചായിട്ട് ചെയ്തെടുക്കാറ്. പക്ഷേ നമുക്ക് ഈ ബ്ലൂബെറിയുടെ ക്രഷ് കൂടി നമ്മുടെ കേക്ക് ബാറ്ററിൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ബേക്കായി വരുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ സ്പഞ്ച് മാത്രം കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആ ബ്ലൂബെറിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കേക്കിൽ കിട്ടും ഇങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ പകുതി ഫ്ലോർ ആഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പാല് കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ പകുതി നമ്മുടെ മൈദ ചേർത്ത് കൊടുക്കാം, പിന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം, പിന്നെ അതിനുശേഷം കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇങ്ങനെ ഇടവിട്ടിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആ ബ്ലൂബെറിൻ്റെ ക്രഷ് മെഷർ ചെയ്തെടുത്ത 1/4 കപ്പ് ആ കപ്പിൽ തന്നെയാണ് കേട്ടോ ഞാൻ പാലും എടുത്തിട്ടുള്ളത്, അളന്നെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരു 3 ടേബിൾ സ്പൂൺ അളവിലാണ് പാല് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു കളർ നമുക്ക് കിട്ടുന്നില്ലേ? ഈ കേക്ക് ഈ കളറിൽ കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട്. മാത്രമല്ല ഈ കേക്ക് ബേക്കായി വരുമ്പോഴുള്ള സ്മെല്ല് സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 9 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരല്പം ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കേക്ക് ബാറ്റർ ഒഴിച്ചിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് പ്രീ ഹീറ്റ് ചെയ്ത പാനിൽ ഞാനിത് ബേക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ കേക്ക് ബേക്ക് ചെയ്യാനെടുത്ത ടൈം 35 മിനിറ്റാണ്. 35 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്നു നോക്കാം. ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഞാൻ 1/2 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാക്കിയിട്ട് വരാം. അപ്പോൾ വിപ്പിംഗ് ക്രീം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് അളവിൽ വൈറ്റ് ചോക്ലേറ്റ് കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. ഒരു പാനിൽ നമ്മുടെ വിപ്പിംഗ് ക്രീം ആദ്യം നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കണം. എന്നിട്ട് ആ ചൂടോടെ തന്നെ നമുക്ക് ഇതിലേക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഗനാഷ് ഉണ്ടാക്കുമ്പോഴുള്ള റേഷ്യോ എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ 1/2 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡബിൾ, അതായത് 1 കപ്പ് അളവിൽ നിങ്ങൾ ചോക്ലേറ്റ് എടുക്കുക. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് അളവിൽ ബ്ലൂബെറിൻ്റെ ക്രഷ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഗണാഷ് ചെയ്തെടുക്കുന്നത് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ബ്ലൂബെറിൻ്റെ ഗ്ലേസ് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അത് കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്യുക. പിന്നെ മാത്രമല്ല ഫുഡ് കളർ കിട്ടുകയാണെങ്കിൽ ഈ ബ്ലൂബെറിൻ്റെ ക്രഷ് ഞാനിപ്പോൾ ഗനാഷിലേക്ക് ചേർത്തതിന് പകരം നിങ്ങൾ ഫുഡ് കളർ ചേർത്താൽ മതി. ഇതിപ്പോൾ ഫുഡ് കളർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ബ്ലൂബെറി
ബ്ലൂബെറിൻ്റെ ക്രഷ് നിങ്ങൾ മേടിച്ച് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെയുണ്ട് ഗുണം. ബ്ലൂബെറി കേക്ക് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫുഡ് കളർ ഇല്ലാണ്ട് തന്നെ നന്നായിട്ട് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ബ്ലൂബെറിൻ്റെ ക്രഷ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം. കാരണം ഈ ബ്ലൂബെറിൻ്റെ ക്രഷ് നന്നായിട്ട് ഇതിലുണ്ട്, നന്നായിട്ട് തരി തരി പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അരിച്ചെടുത്തിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആക്കി മാറ്റണം. അപ്പോൾ ഇതിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എത്ര ലെയറാണോ വേണ്ടിയത് അതുപോലെ കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. ചൂട് മുഴുവനായിട്ട് മാറിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ക്രീമും ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1.25 കപ്പ് അളവിലാണ് ക്രീം എടുത്തിട്ടുള്ളത്. നമുക്ക് നന്നായിട്ട് നല്ല സ്റ്റിഫ് പീക്സ് ആയി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ക്രീമിൽ ബ്ലൂബെറിൻ്റെ ക്രഷൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ക്രീം ലൂസായി പോകുമോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. അപ്പോൾ ക്രീം ഇവിടെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഐസിങ് ചെയ്തെടുക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് കേക്ക് ബോർഡിൽ കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഷുഗർ സിറപ്പോട് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഷുഗർ സിറപ്പായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് 1/2 കപ്പ് അളവിൽ പാലും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച ബാലൻസ് വന്ന ബ്ലൂബെറിൻ്റെ ഇതുണ്ടല്ലോ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷിൻ്റെ, അതും കൂടി ചേർത്തിട്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം കൂടി ചേർത്തെടുത്തതാണ് നമ്മുടെ ഈ ഷുഗർ സിറപ്പ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ കേക്കിൽ ബ്ലൂബെറിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടും. അപ്പം ഞാൻ ഈ ബ്ലൂബെറിൻ്റെ കേക്ക് ചെയ്തെടുത്ത പോലെ തന്നെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കേക്ക് മുഴുവനായിട്ട് നമുക്ക് ഐസിങ് ചെയ്തെടുത്തിട്ട് വരാം. പിന്നെ ഓരോ ലെയറും നമ്മൾ ചെയ്തെടുക്കുമ്പം നമുക്ക് ഓരോ ലെയറിൻ്റെ ഇടയിലും ബ്ലൂബെറിൻ്റെ ക്രഷ് കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. അപ്പോൾ ഞാനിതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ ബ്ലൂബെറിൻ്റെ ക്രഷ് കൂടി ചേർത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഓരോ ലെയറും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് ആദ്യം ക്രം കോട്ട് ചെയ്തെടുത്തതിന് ശേഷം 10 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ബാക്കിയുള്ള കോട്ടിങ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ 10 മിനിറ്റ് ശേഷം പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ക്രീം വെച്ചിട്ട് മുഴുവനായിട്ട് കേക്ക് ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ കേക്കിൻ്റെ ടോപ്പ് പോർഷനിൽ കുറച്ചധികം ക്രീം വെച്ച് കൊടുക്കുക. എന്നിട്ട് കേക്കിൻ്റെ ടോപ്പ് പോർഷനാണ് നമ്മൾ ആദ്യം ഒന്ന് നീറ്റാക്കി എടുക്കേണ്ടത്. എന്നിട്ട് അതൊന്ന് ലെവലായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കേക്കിൻ്റെ സൈഡിലൊക്കെ ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. കേക്ക് ഇവിടെ മുഴുവനായിട്ട് ഐസിങ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും ഇതൊന്ന് സൂക്ഷിക്കാൻ വെക്കാം. 3 മണിക്കൂറിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ചോക്ലേറ്റ് ഗനാഷ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് എപ്പോഴും കേക്കിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യുമ്പം കേക്ക് നന്നായിട്ട് തണുപ്പുണ്ടായിരിക്കണം. അപ്പോൾ ചിലവർ കമൻറ്റിൽ പറയാറുണ്ട് ഞങ്ങളിങ്ങനെ ചോക്ലേറ്റ് ഗനാഷ് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യുമ്പം ഒട്ടും തന്നെ ശരിയാവുന്നില്ല. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഐസിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ കേക്ക് സൂക്ഷിച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഇതിന് മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഞാൻ ഈ കേക്ക് ചെയ്യുന്നത് നമ്മൾ ചെയ്ത ചോക്ലേറ്റ് ഗനാഷ് മുഴുവനായിട്ട് കേക്കിൽ കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡ്രിപ്പിംഗ് പോലെ ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പാലറ്റ് നൈഫ് വെച്ചിട്ട് പതിയെ ടോപ്പ് പോർഷൻ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഓവറായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഐസിങ് ചെയ്ത് വെച്ച ക്രീമെല്ലാം ഇതിൻ്റെ കൂടെ മിക്സായിട്ട് ഒരു നീറ്റ് അല്ലാത്ത ഒരു കേക്കാവും നമുക്ക് കിട്ടുക. അപ്പോൾ പതിയെ ചെയ്തെടുത്താൽ മതി. കേക്ക് മുഴുവനായിട്ട് കവർ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ സൈഡിൽ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല. നിങ്ങൾക്ക് ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിന് സൈഡിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്ക് റെഡിയാക്കി എടുക്കാനായിട്ട്. പിന്നെ ഈ കേക്കിൻ്റെ മുകളിൽ ഞാൻ 3 ഫ്ലേവർ വെക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേഷനും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്